നമ്മളെപ്പോഴും എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ പണി എന്താണ്? മറ്റുള്ളവർ പണിയെടുത്ത് മറ്റുള്ളവർ ചെയ്ത ഒരു പ്രവൃത്തിക്ക് അവാർഡ് നമ്മൾ വാങ്ങണമായിരിക്കും. എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ടൂർ പോകാൻ പറ്റില്ല, എനിക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, 4 ഫോണുള്ളത്. എപ്പോഴും പറയും ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഒക്കെ തകർന്നേനെ, അങ്ങനെ ആയനെ ഇങ്ങനെ ആയനെ എന്നൊക്കെ ഒരുപാട് ഓണർമാർ പറയാറുണ്ട്. അതൊരു ക്രെഡിറ്റായിട്ടാണ് അവർ പറയുന്നത്. ഇവർക്ക് അതിൻ്റെ അവാർഡുകൾ കൊടുക്കാൻ പറ്റിയ അത് നമ്മളാണ് ഇത് കൊടുക്കുന്നതെന്ന് പോലും തിരിച്ചറിയാതെ അവരത് ചെയ്യാൻ തുടങ്ങി. കരീംക, ഞാൻ ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദ എന്താ പറയുക, അതിനൊരു ഒരു 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 ബ്യൂട്ടി ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ദോ ഐ വർക്ക് വിത്ത് സോ മെനി പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, US, മലേഷ്യ, മിഡിൽ ഈസ്റ്റ്, ഈ റീപൊസിഷനിങ് എന്ന് പറയുന്നത് ഒരു റീബർത്ത് മാതിരിയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ഡീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു പോയിൻ്റാണ് അങ്ങ് പറഞ്ഞത്. അങ്ങനെ ആരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഐ വർക്ക് വിത്ത് സോ മെനി പീപ്പിൾ, ഐ മീൻ അവരുടെ ഡിഫറെൻറ്റ് പൊസിഷനിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻവിസിബിൾ നരേറ്റർ എന്ന് അങ്ങ് ഉപയോഗിച്ചൊരു വേർഡ് ഉണ്ട് നമ്മുടെ സിഗ്നേച്ചർ ബുക്കിലേക്ക്. ദാറ്റ് റിയലി ഫാസിനേറ്റ് മീ ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു നോ what it really mean to you and how our audience can understand the significance of this invisible narrator. Okay, ബേസിക്കലി താങ്കളൊരു എന്താ പറയുക, ഒരു ബ്രാൻഡ് എക്സ്പേർട്ടാണ്. ഒരുപാട് ആൾക്കാരിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നും പറഞ്ഞിട്ട് ഡെയിൽ കാർണഗിയുടെ പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനും മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക, എല്ലാവരുടെയും അറ്റൻഷൻ സീക്കിയും ഇതൊക്കെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു സർട്ടൺ സ്റ്റേജ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മളത് കുറേ കൂടി അടുത്ത ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് എല്ലാവർക്കും വേണ്ടത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് 1900 ലോകത്തിൽ നമ്പർ 1 ബിസിനസ്സുകാരനായിട്ടുള്ള ആൻഡ്രൂ കാർണഗി ഉണ്ട്. ആൻഡ്രൂ കാർണഗി എന്ന് പറയുന്നത് സ്റ്റീൽ ഫീൽഡിലുള്ള വലിയ ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനാണ്. അന്നത്തെ റിച്ചസ്റ്റ്, ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് ആളാണ്. ഇയാളുടെ കാലത്തെ കഥ ഉണ്ട്. ഈ ചെറുപ്പകാലത്ത് ഈ കുറച്ച് പട്ടിക്കുട്ടികളുണ്ടായി. അപ്പോൾ ഈ പട്ടിക്കുട്ടികളെ ഒരുമിച്ച് നോക്കാൻ വന്നപ്പോൾ അയൽവക്കത്തുള്ള കുട്ടികളെല്ലാവരെയും വിളിച്ചിട്ട് ഈ കുട്ടി പറഞ്ഞു, ആ പട്ടികളെ നിങ്ങൾ ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഈ പട്ടിക്കുട്ടിക്ക് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ കുട്ടികളുടെ ആ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടാനുള്ള ആ ഒരു സാധനത്തിന് ഈ മനുഷ്യനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഈ കുട്ടി അത് ചെയ്തു. ഈ ചെയ്ത സാധനം പിന്നീട് ഫ്യൂച്ചറിൽ മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് ഏറ്റവും വലിയ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഷെയ്ക്കിൻ്റെ പേരാണ് ആ സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് ഇട്ടത്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ആ ഷെയ്ക്ക് പിന്നെ ഈ ഇൻഡസ്ട്രിയെ തളരാൻ സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ലോകത്ത് ഇത്രയും വിജയിക്കാൻ ഉള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഈ മനുഷ്യന്മാർക്ക് പ്രാധാന്യം അർഹിക്കാനുള്ള താല്പര്യത്തെ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ, അത് തിരിച്ചറിഞ്ഞ് അതിന് സപ്പോർട്ട് ചെയ്തപ്പോഴാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഒരു സാധനം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ കുറേ കൂടി അവയർനെസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്, മറ്റുള്ളവർ പണിയെടുത്ത് മറ്റുള്ളവർ ചെയ്ത ഒരു പ്രവൃത്തിക്ക് അവാർഡ് നമ്മൾ വാങ്ങണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് പലയിടത്തും കണ്ടിട്ടുള്ളത്. തിരിച്ച് അപ്പോൾ അവിടെ ശരിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ, 1000 ആൾക്കാർ കൈയടിക്കുമ്പോൾ ഈ പറയുന്ന ഉള്ളിൽ ഉള്ള നമ്മുടെ യഥാർത്ഥ നമ്മുടെ ഒരു ആളുണ്ട്. ആ ആൾ, എടാ നിനക്ക് ഇത് സത്യത്തിൽ ഇത് മറ്റേ ഇന്ന ആളുണ്ടാക്കിയതല്ലേ, അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്തതല്ലേ എന്ന് ചോദിക്കും. തിരിച്ച് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കൊടുത്ത് മറ്റുള്ളവരിൽ അത് ക്രിയേറ്റ് ചെയ്ത് അവരതിൽ സക്സസ് ആയിട്ട് അവർ വലിയ വേദിയിൽ ഇരുന്ന് ആ അവാർഡ് വാങ്ങുമ്പോൾ അതിന് കാരണക്കാരനായ നമ്മൾ, ഈ 1000 ആൾക്കാരിൽ ഇടയിലിരിക്കുന്ന നമ്മൾ, അവിടെ ഈ 1000 പേര് കൈയടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആൾ ഇതിനേക്കാൾ ശക്തമായിട്ട് നമുക്ക് കൈയടിക്കും. ഇത് ചില തിരിച്ചറിവുകളാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് എപ്പോഴും നല്ലത് ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ, ഇതൊരു ഓർഗനൈസേഷൻ്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ, ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവർക്ക് അതിൻ്റെ അവാർഡുകൾ കൊടുക്കാൻ പറ്റിയാൽ, അത് നമ്മളാണ് ഇത് കൊടുക്കുന്നതെന്ന് പോലും തിരിച്ചറിയാതെ അവരത് ചെയ്യാൻ തുടങ്ങിയാൽ, അവിടെ നമ്മൾ ഇൻവിസിബിളായി. ആ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ നിന്ന് മാറിയാൽ പോലും നമുക്കത് അറിയില്ല. ഞാൻ ലോകപ്രശസ്ത ഫേമസ്
റോബർട്ട് കിയോസാക്കിയുടെ ബുക്കിലൊരു സാധനം പറയുന്നുണ്ട്. അത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻകം പാസീവ് ഇൻകം പറയുന്നുണ്ട്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ഇൻകമാണ്. നമ്മൾ പോയി ഷട്ടർ തുറന്ന് നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ഇൻകമാണ്. നമ്മളില്ലെങ്കിൽ ആ പരിപാടി നടക്കില്ല. പാസീവ് ഇൻകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 6 മാസമായിട്ട് നമ്മളങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോലും ആ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് കിട്ടുന്ന വരുമാനം പാസീവ് ഇൻകമാണ്. അപ്പോൾ ഇത്തരം തിരിച്ചറിവുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എത്താതെ ആ പ്രസ്ഥാനം നടക്കുന്ന രീതിയിൽ അതാക്കി മാറ്റണമെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയും ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ പൊക്കെ തകർന്നേനെ, അങ്ങനെ ആയനെ ഇങ്ങനെ ആയനെ എന്നൊക്കെ ഒരുപാട് ഓണർമാർ പറയാറുണ്ട്. അതൊരു ക്രെഡിറ്റായിട്ടാണ് അവർ പറയണേ. എന്താ ചെയ്യുക, ഞാനില്ലെങ്കിൽ ആകെ തകരും, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ എടുക്കാനില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ടൂർ പോകാൻ പറ്റില്ല, എനിക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, 4 ഫോണാണുള്ളത്. ഈ സ്റ്റേജൊക്കെ ഞാൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒറ്റ കോള് വരാതെ നമ്മൾ മാറി നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോഴാണ്. അവിടെ അവർക്ക് ശമ്പളം മാത്രം കിട്ടിയാൽ പോരാ, അവർക്ക് അവിടെ അവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം, അവരുടെ ജീവിതത്തിലുള്ള സക്സസ് ഉറപ്പുവരുത്തണം, അവരാരാണെന്ന് അവർക്ക് തിരിച്ചറിയണം, അവർക്ക് എവിടെ എത്തിച്ചേരാം എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം, അവരതിൻ്റെ പാർട്ടാവണം. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോഴാണ് ഒരു എക്കോ സിസ്റ്റം ബിൽഡാവുന്നത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കൽ എന്നതിൽ നിന്ന് അടുത്ത സ്റ്റേജിലെത്തുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. സോ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ്, അതിനെക്കുറിച്ച് നരേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഒരു ഇൻവിസിബിൾ നരേറ്ററായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നത്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അവാർഡ് കൊടുക്കാൻ നമ്മൾ സ്റ്റേജിൽ കയറുന്ന കാര്യമില്ല. അവർ പരസ്പരം അവിടെ അവാർഡ് കൊടുത്തോളും, അവരവിടെ തിരിച്ചറിവുകൾ അവിടെ സംഭവിക്കും. ഇതിനെ നമ്മളൊരു എക്കോ സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യും. അറിയാതെ നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും, അവരിലൊരാളായിട്ട്. നമ്മളെന്താ ആവശ്യമില്ല, ഒരു സൈലൻ്റ് ഒബ്സർവറായിട്ടല്ലേ, ഒബ്സർവറായിട്ട് അത് എൻജോയ് ചെയ്യുന്ന ഒരു ഒബ്സർവർ. നമ്മളെപ്പോഴും എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ ഈ സത്യത്തിൽ ദൈവത്തിൻ്റെ പണി എന്താണ്? ഞാൻ ഇൻവിസിബിൾ നരേറ്റർ അല്ലേ. സോ അതിൻ്റെ ഒരു കണിക നമ്മുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അതൊരു അങ്ങനെയുള്ളൊരു എക്സ്റ്റൻഷൻ ആകുമ്പോഴാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആസ് എ ഇൻവിസിബിൾ നരേറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് കൂടുക. അതാണ് അദ്ദേഹം അങ്ങ് പറയുന്നത്. സോ വീണ്ടും എനിക്ക് അതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓൺട്രപ്രണറുടെ ജേണിയിൽ ഏറ്റവും പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ട ഒരു സാധനം ഇതാണ്. ഏതൊരാൾക്കും നമ്മളിപ്പോൾ ടാറ്റ, ബിർള അല്ലെങ്കിൽ ബാക്കിയുള്ള വേൾഡ് ക്ലാസ് ആൾക്കാരുടെയൊക്കെ പ്രതിമകളും ബാക്കിയുള്ള പല സാധനങ്ങളുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും കാണാത്ത, ഒരു പ്രതിമ പോലും ഇല്ലാത്ത, എവിടെയും എഴുതപ്പെടാത്ത ഒരുപാട് ഇൻവിസിബിൾ നരേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്തിന് തന്നെ പിടിച്ചു നിർത്തുന്ന പല ബിസിനസ്സുകളിലും അങ്ങനത്തെ ഇൻവിസിബിൾ നരേറ്റേഴ്സാണ് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ലീഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ബീയിങ് എൻ ഇൻവിസിബിൾ നരേറ്റർ. ആബ്സല്യൂട്ട്ലി, അതാണ് എൻ്റെ കാഴ്ചപ്പാട്.